PQ ടൈംസിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നാണ്. നമുക്ക് നോക്കാം. അതിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്ന് പറയുന്നുണ്ട് അല്ലെ. അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. 22 ചൗരി ചൗര സംഭവത്തെ തുടർന്നിട്ടൊന്നും അല്ല ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കിയത് അല്ലെ. അതൊക്കെ 1930 കാലഘട്ടത്തിലാണ്. ഇത് ആരംഭിക്കുന്നത് തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 30-ലാണ്. മനസ്സിലായോ? അപ്പൊ ഇത് തെറ്റാണ്. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമയത്ത് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ശരിയായ പ്രസ്താവനയാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. ദണ്ഡിയാത്ര ആരംഭിച്ചത് മാർച്ച് 12-നല്ല അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ആൻസർ ബന്ധമില്ലാത്തവ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ 1ഉം 4ഉമാണ് ആൻസർ. അപ്പൊ നമുക്ക് പുതിയ SSCRT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. അതിൽ നമുക്ക് 1922 ചൗരി ചൗര സംഭവം എന്താണെന്ന് പഠിക്കാനുണ്ട്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പഠിക്കാനുണ്ട്. അതേപോലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം പഠിക്കാനുണ്ട്. 1929 ലാഹോർ സമ്മേളനം പഠിക്കാനുണ്ട്. അതുപോലെ ദണ്ഡിയാത്രയെ കുറിച്ചിട്ട്. ഈ 4 ഓപ്ഷനിലും ഏതൊക്കെ ടോപ്പിക്കാണോ 4 ഓപ്ഷൻ 4 ടോപ്പിക്കുകളാണ്. ആ 4 ടോപ്പിക്കും പുതിയ SSCRTയിൽ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ, നിസ്സഹകരണ സമരം എന്ന് പറയുമ്പോൾ 1920 നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി, ഇതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ മനസ്സിലായോ? നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് 1922 ഫെബ്രുവരി 5-ന് ചൗരി ചൗര സംഭവം നടക്കുന്നത് അല്ലെ. അപ്പൊ ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി എന്ത് ചെയ്യാണ്? നിസ്സഹകരണ സമരം പിൻവലിക്കുകയാണ്. അപ്പൊ നിസ്സഹകരണ സമരം പിൻവലിക്കാനുണ്ടായ സാഹചര്യം 1922 ചൗരി ചൗര സംഭവമാണ്. പഠിച്ചു വെക്കണം, പ്രീവിയസ് ആണ്. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് അതുകൊണ്ട് വിധേയനാവുകയും സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തെ പിൻവലിച്ചതിനെ ആണ്. മനസ്സിലായോ? പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഈ വിചാരണയെ കുറിച്ചിട്ടാണ് പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്. അപ്പൊ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദ്യം വരും. 6 വർഷത്തെ തടവ് ശിക്ഷയാണ് അതിനെ തുടർന്നിട്ട് ഗാന്ധിജി നേരിട്ടത് കേട്ടോ. നോക്ക്, ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ആന്ധ്രാപ്രദേശിലെ. ഇപ്പൊ നാളെ ചോദ്യം വരും. നിസ്സഹകരണ സമരകാലത്ത് നടന്ന ജനകീയ സമരം ആയ ചിരാല പെരാല ഏത് എവിടത്തെയാണ് എന്ന് ചോദിക്കും. അത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പൊ ചിരാല പെരാല എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു. ആ ചെറുനഗരത്തെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിച്ചിട്ടായിരുന്നു. അതിനെതിരെയാണ് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? നിസ്സഹകരണ സമരകാലത്ത് ഒരു ജനകീയ സമരം നടത്തുന്നത്. അപ്പൊ ആ നിസ്സഹകരണ സമരത്തെ കുറിച്ചിട്ട്, ചൗരി ചൗര സംഭവത്തെ കുറിച്ചിട്ടും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചിരാല പെരാല നഗരത്തിൽ ഇറങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പോരാട്ടം നിയമനിർമ്മാണ സഭകൾ നോക്കിക്കേ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കാനിടയായ സംഭവം എന്താണ്? നിസ്സഹകരണ സമരകാലത്ത്
ഉള്ള എന്താണ് ആ തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി 23 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. 23 നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അതിനെ തുടർന്നിട്ട് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതേപോലെ അടുത്ത ഓപ്ഷനിൽ പറഞ്ഞു 1929 ലാഹോർ സമ്മേളനം പറഞ്ഞു അല്ലെ. നോക്ക്, ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇത് നാളത്തെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റും ആണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇതാരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പൊ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം വർഷം 1929 ഡിസംബർ. അതിന്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. അതാണ് ചോദിച്ചത്. നേരത്തെ ചോദ്യം ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. എന്തൊക്കെയാണ് 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത? കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഇതിനായിട്ട് ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. അങ്ങനെയാണ് സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. കണ്ടോ? ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. അതുകൊണ്ടാണ് ഈ ജനുവരി 26 നമ്മൾ ഇന്നും റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിച്ചു വരുന്നത് കേട്ടോ. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം 1930 ജനുവരി 26 എന്ത് ചെയ്തു? ലാഹോർ സമ്മേളന പ്രകാരമാണ് ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചത്. അതിനെ തുടർന്ന് 30 കഴിഞ്ഞു, പിന്നെ 31, 32, 33 ആ വർഷങ്ങളിലൊക്കെ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. എന്നാൽ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം കിട്ടിയതിനു ശേഷം ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തു കേട്ടോ. ഇനി അങ്ങനെ അത് കഴിഞ്ഞ് 29 അങ്ങനെ 1930 നമ്മുടെ ദണ്ഡി കടലിരമ്പം നോക്കാം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജി ചുമതലപ്പെടുത്തി. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ഇവിടെ ചോദ്യം വരും കേട്ടോ. 1900 പ്രീവിയസ് ചോദ്യമാണ്. 1930 ദണ്ഡി മാർച്ച് അല്ലെ, സിവിൽ നിയമലംഘന സമരത്ത് ഇന്ത്യന്റെ വൈസ്രോയി ആരായിരുന്നു? ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇർവിൻ പ്രഭു ആണ് കേട്ടോ. ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തെരഞ്ഞെടുക്കപ്പെട്ട 78 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദണ്ഡി മാർച്ചില് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78 പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തി. ആ യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച ഗാന്ധിജി സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. അവിടെ നേരത്തെ പറഞ്ഞത് മാർച്ച് 12 എന്നാണ് അല്ലെ. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മാർച്ച് 12 ആണ്. പക്ഷെ എന്താ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച ഗാന്ധിജി സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഗാന്ധിജി സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുന്ന വർഷം 30 ഏപ്രിൽ മാസം 6 ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യും.
എന്തുകൊണ്ടാണ് ഉപ്പ് സമരം? ഉപ്പ് നിർമ്മാണം സർക്കാരിന്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായിട്ട് കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖല കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും എല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലെ സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നാണ്. ചോദ്യം പഠിക്കുന്നുണ്ട്. ഗാന്ധിജി നിന്ദ്യമായ കുത്തക എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയാണ്. അങ്ങനെ ധരാസനയിലെ പോരാട്ടമാണ് ഗുജറാത്തിലെ ധരാസന 30 മെയ് മാസം 21 ഏപ്രിൽ 6 സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് മാസം 21 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നതുവരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വന്ന് പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില ഇവിടെ പഠിക്കണം 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320, മരിച്ചവർ 2 ആയിരുന്നു കേട്ടോ. 320 പേര് പരിക്കേറ്റു. മരിച്ചവർ എത്ര പേരാ? 2 പേര്. അമേരിക്കൻ പത്രപ്രവർത്തകരും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ നിർദ്ദേശിച്ചിട്ടില്ല. ഇത് നാളെ ഒരു എക്സാമിൽ ചോദ്യം വരും. ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ അത് വെബ് മില്ലർ ആണ് കേട്ടോ. അമേരിക്കൻ പത്രപ്രവർത്തകനായ വെബ് മില്ലർ ആണ് കേട്ടോ. ഇനി രണ്ടാം ലോക മഹായുദ്ധം അല്ലെ. രണ്ടാം ലോകയുദ്ധം 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായിട്ട് മാറി. ഇതിനായി സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുകയാണ്. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റാഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുസമരം ഏതെന്ന് ചോദിച്ചാൽ 42-ലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. ഇതാണ് ഗാന്ധിജിയുടെ വാക്കുകൾ. 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി മുംബൈയിൽ നടന്ന, പഠിക്കണേ, മുംബൈ പ്രീവിയസ് ചോദ്യമാണ്, നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായത് 42 ഓഗസ്റ്റ് 8 മുംബൈയിലാണ്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നോക്കിക്കേ, വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും എല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ പഠിച്ചു വെക്കണം കേട്ടോ. JP റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുജേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഒളിവിൽ നിന്ന് സമരം നയിച്ചവരിൽ ജയപ്രകാശ് നാരായൺ ഉണ്ട്, സുജേത കൃപലാനി ഉണ്ട്, റാം മനോഹർ ലോഹ്യ ഉണ്ട്, അരുണ ആസഫ് അലി ഉണ്ട്. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും ആക്രമണങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത് എന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി, ഇപ്പൊ നമുക്കറിയാം നിസ്സഹകരണ സമരകാലത്തൊക്കെ നമ്മൾ പറഞ്ഞു 22-ലെ ചൗരി ചൗര സംഭവം നടന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞു ശരിയായ രീതിയിലല്ല സമരം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? നിസ്സഹകരണ സമരം അവിടെ പിൻവലിച്ചത്. പക്ഷെ അതില് ഗാന്ധിജിക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി അങ്ങനെ ഒരു കാര്യത്തിന് വഴങ്ങിക്കൊടുത്തില്ല. സർക്കാർ ഗാന്ധിജിയോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇങ്ങനെ സമരം ചെയ്യരുത് എന്ന്. പക്ഷെ ഗാന്ധിജി അതിനൊന്നും നിന്നുകൊടുത്തില്ല. ഗാന്ധിജി ജയിലിലെ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരുന്നു. അവിടെ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു.
വടക്കു പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അവിടെ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ ഖുദായി ഖിദ്മത്ഗാർ എന്ന ഒരു സന്നദ്ധ സേന പ്രവർത്തിച്ചു. അപ്പൊ ഖുദായി ഖിദ്മത്ഗാർ എന്ന സന്നദ്ധ സേന ആരുടേതാണ്? അതിർത്തി ഗാന്ധിയായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റേതാണ് കേട്ടോ. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം നോക്കാം. അതില് കർഷകർ നടത്തിയത് സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. തൊഴിലാളികൾ, റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്ത് ഷോലാപൂരിൽ, അതായത് ഷോലാപൂർ പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഗോത്ര ജനത എന്താ ചെയ്ത? വന നിയമങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മിച്ച് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. കച്ചവടക്കാരും വ്യവസായികളും ചെയ്തത് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ എടുത്തു 4 ഓപ്ഷനിലെ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുതിയ SSCRT ബേസ് ചെയ്തിട്ട് നമുക്ക് ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇതിനു മുമ്പ് കുറെ ക്ലാസ്സുകൾ SSCRT ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.